ഹലോ എവ്രി വൺ, വെൽക്കം ടു വിന്നേഴ്സ് എഡ്യൂസോൺ. എല്ലാവരും വീഡിയോ മുഴുവനായി കണ്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2023 JCB പുരസ്കാരം നേടിയത്. 2023 JCB പുരസ്കാരം നേടിയത്. 2023 JCB പുരസ്കാരം നേടിയത് പെരുമാൾ മുരുകനാണ്. പെരുമാൾ മുരുകൻ. ഇദ്ദേഹത്തിൻ്റെ തമിഴ് പുസ്തകം പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് പുരസ്കാരം. ഫയർ ബേർഡ്. പെരുമാൾ മുരുകൻ്റെ പാച്ചിയുടെ ഇംഗ്ലീഷ് വിവർത്തനമായ ഫയർ ബേർഡിനാണ് JCB പുരസ്കാരം ലഭിച്ചത്. JCB പുരസ്കാരത്തുക 25 ലക്ഷം രൂപയാണ്. ഇനി 2024 JCB പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. ഉപമന്യു ചാറ്റർജി. 2024 JCB പുരസ്കാരം ലഭിച്ചത് ഉപമന്യു ചാറ്റർജിക്കാണ്. ഇദ്ദേഹത്തിൻ്റെ ലോറൻസോ ജീവിതത്തിൻ്റെ അർത്ഥം തിരയുന്നു. ലോറൻസോ ജീവിതത്തിൻ്റെ അർത്ഥം തിരയുന്നു. എന്ന കൃതിക്കാണ് 2024 JCB പുരസ്കാരം ലഭിച്ചത്. 2023 പെരുമാൾ മുരുകൻ, 2024 ഉപമന്യു ചാറ്റർജി. പെരുമാൾ മുരുകൻ്റെ പാച്ചിയുടെ ഫയർ ബേർഡിനാണ് JCB പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിൻ്റെ, അതായത് ഉപമന്യു ചാറ്റർജിയുടെ ലോറൻസോ ജീവിതത്തിൻ്റെ അർത്ഥം തിരയുന്നു എന്ന കൃതിക്കാണ് 2024 JCB പുരസ്കാരം ലഭിച്ചത്. രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? രാജ്യത്തെ ആദ്യ ഗ്രീൻ ഹൈഡ്രജൻ ബസ് സർവീസ് ആരംഭിച്ചത് എവിടെയാണ്? ഡൽഹി. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം. ഡിജിറ്റൽ ബാങ്കിംഗ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം കേരളം. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് ആരാണ്? MB രാജേഷ്. MB രാജേഷ് ഇപ്പോഴത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പും എക്സൈസ് മിനിസ്റ്ററാണ്. എക്സൈസ് മിനിസ്റ്റർ, എക്സൈസ് മന്ത്രിയാണ് MB രാജേഷ്. പരാജയപ്പെട്ട കമ്പോള ദൈവം എന്ന പുസ്തകം എഴുതിയത് MB രാജേഷാണ്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത്. ഡോക്ടർ APJ അബ്ദുൽ കലാം വിജ്ഞാന കേന്ദ്രവും ബഹിരാകാശ മ്യൂസിയവും നിലവിൽ വരുന്നത് കവടിയാർ. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര്. അതിഥി തൊഴിലാളികളെ മലയാള ഭാഷയിൽ സമ്പൂർണ്ണ സാക്ഷരരാക്കുന്നതിനുള്ള പദ്ധതിയുടെ പേര് അനന്യ മലയാളം. കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? കേരളത്തിൽ കുടുംബശ്രീ ദിനം എന്നാണ്? മെയ് 17. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം. പൂർണ്ണമായും വനിതകളുടെ മേൽനോട്ടത്തിൽ വികസിപ്പിക്കുന്ന ഇന്ത്യയിലെ ആദ്യ വിദ്യാർത്ഥി നിർമ്മിത ഉപഗ്രഹം
വിസാറ്റ് നിർമ്മിക്കുന്നത് തിരുവനന്തപുരം പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിലെ പൂജപ്പുര എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിനികളാണ് വിസാറ്റ് നിർമ്മിക്കുന്നത്. കേരളത്തിലെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ അൾട്രാ വയലറ്റ് റേഡിയേഷനുകളുടെ സ്വാധീനം നിരീക്ഷിക്കാനാണ് ഈ ഉപഗ്രഹത്തിൻ്റെ ലക്ഷ്യം. വി.എസ്. അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം. വി.എസ്. അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറക്കിയ പുസ്തകം. ഒരു സമര നൂറ്റാണ്ട്. പുസ്തകം പ്രകാശനം ചെയ്തത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പുസ്തകം പ്രകാശനം ചെയ്തത്. വി.എസ്. അച്യുതാനന്ദൻ്റെ 100-ാം പിറന്നാൾ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ പുസ്തകമാണ് ഒരു സമര നൂറ്റാണ്ട്. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി. വരുമാനവും തൊഴിലും ഉറപ്പാക്കി 6496 കുടുംബങ്ങളെ 100 ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കുന്നതിനുള്ള കുടുംബശ്രീ പദ്ധതി. ഉജ്ജീവനം. ഇബ്രാഹിം ഖാദിരി, ഹമീദ്, സൈനു എന്നിവർ ബെന്യാമിൻ്റെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? ഇബ്രാഹിം ഖാദിരി, ഹമീദ്, സൈനു എന്നിവർ ബെന്യാമിൻ്റെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? ആടുജീവിതം. ആടുജീവിതം ആരും കാണാത്തുണ്ടാവില്ല, എല്ലാവരും കണ്ടതാണ്. അതിൽ നമുക്കറിയാം ഇബ്രാഹിം ഖാദിരി, ഹമീദ്, സൈനു എന്നിവരൊക്കെ നമുക്ക് പരിചിതരാണ്. ബെന്യാമിൻ്റെ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ് എന്നതാണ് ചോദ്യം. ഏതാണ് ഉത്തരം? ആടുജീവിതം. വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ഔഷധം ഏത്? വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ഔഷധം ഏത്? അനാൾജസിക്. അനാൾജസിക്കുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? വേദന സംഹാരിയായിട്ടാണ് അനാൾജസിക്കുകൾ ഉപയോഗിക്കുന്നത്. ഇനി ആൻറ്റിസെപ്റ്റിക് എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതായത് ശരീരത്തിൻ്റെ ബാഹ്യഭാഗത്തുള്ള സൂക്ഷ്മാണുക്കളുടെ വളർച്ച കുറയ്ക്കുകയും അണുബാധ തടയാൻ സഹായിക്കുകയും ചെയ്യുന്ന ഒരു ഏജൻ്റാണ് ആൻറ്റിസെപ്റ്റിക്. നമ്മൾ ആൻറ്റിസെപ്റ്റിക് ലോഷൻ ഉപയോഗിച്ച് കൈയൊക്കെ വാഷ് ചെയ്യും അല്ലേ? അപ്പോൾ ബാഹ്യപ്രതലത്തെ അണുവിമുക്തമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആൻറ്റിസെപ്റ്റിക്. ഇനി അടുത്തത് അൻറ്റാസിഡ്. എന്താണ് അൻറ്റാസിഡ്? ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കുന്ന, നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് ആസിഡുകളുണ്ട് അല്ലേ? ആമാശയത്തിലെ ആസിഡിനെ നിർവീര്യമാക്കുന്നതാണ് ആൻറ്റാസിഡ്. ആസിഡിനെ നിർവീര്യമാക്കാൻ കഴിവുള്ള മരുന്നുകളാണ് ആൻറ്റാസിഡുകൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഏതാ വരുന്നത്? ആൻറ്റിപൈററ്റിക്. ആൻറ്റിപൈററ്റിക് എന്താ? ശരീരത്തിൻ്റെ താപനില കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ആൻറ്റിപൈററ്റിക്. താപനില കുറയ്ക്കാൻ, നമ്മുടെ ശരീരത്തിലെ താപനില കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പദാർത്ഥമാണ് ആൻറ്റിപൈററ്റിക്. അതായത് നമുക്കിപ്പോൾ നല്ല പനി ഉണ്ടെങ്കിൽ നമുക്ക് ഈ ആൻറ്റിപൈററ്റിക് വിഭാഗത്തിൽപ്പെട്ട മരുന്നുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ ശരീരത്തിൻ്റെ താപനില കുറയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി ഏത് പദ്ധതിയാണ്? കെ-ഫോൺ എന്ന പദ്ധതിയാണ്. എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതി. സംസ്ഥാനത്ത് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക്, അതായത് ബാക്കി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 20 ലക്ഷം പേർക്ക് ബാക്കിയുള്ള ആളുകൾക്ക് മിതമായ നിരക്കിൽ അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോണിൻ്റെ ഫുൾ ഫോം കേരള
ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക് എന്നാണ് കെ-ഫോണിൻ്റെ ഫുൾ ഫോം. ഈ പദ്ധതി നിലവിൽ വന്നത് 2023 ജൂൺ 5-നാണ് ഈ പദ്ധതി നിലവിൽ വന്നത്. കെ-ഫോൺ എല്ലാവർക്കും ഇൻ്റർനെറ്റ് എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ് കെ-ഫോൺ. 20 ലക്ഷം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റുള്ളവർക്ക് മിതമായ നിരക്കിലും അതിവേഗ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനുള്ള പദ്ധതിയാണ് കെ-ഫോൺ. കെ-ഫോണിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. ഇത് നിലവിൽ വന്നത് എന്നാണ് 2023 ജൂൺ 5-നാണ് ഇത് നിലവിൽ വന്നത്. കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരളത്തിൽ വടക്കുകിഴക്കൻ മൺസൂൺ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? തുലാവർഷം. വനീകരൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? വനീകരൺ പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അധിനിവേശ സസ്യങ്ങളെ പിഴുതുമാറ്റി തദ്ദേശ സസ്യങ്ങൾ വെച്ചുപിടിപ്പിക്കുന്നതിനുള്ള പദ്ധതി. അധിനിവേശ സസ്യങ്ങളെ പിഴുതുമാറ്റി തദ്ദേശ സസ്യങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് വനീകരൺ. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെപ്പറ്റി അന്വേഷിക്കാൻ നിയമിച്ച കമ്മീഷൻ ഏത്? ഏത് കമ്മീഷനാണ്? ഹണ്ടർ കമ്മീഷൻ. ഇനി എന്നാണ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്? 1919 ഏപ്രിൽ 13. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? ഏത് നിയമത്തിനെതിരെയാണ് ആളുകൾ പ്രക്ഷോഭണം ഏർപ്പെടുത്തിയത്? ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏതാണ്? റൗലറ്റ് ആക്ട്. ഇനി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ ആരാണ്? ജനറൽ റെജിനാൾഡ് ഡയർ ആണ് ഈ കൂട്ടക്കൊലയ്ക്ക് നേതൃത്വം നൽകിയ ബ്രിട്ടീഷ് ഓഫീസർ. സമരക്കാരെ വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ ആരാണ്? പഞ്ചാബ് ഗവർണർ മൈക്കൽ ഒ ഡയർ ആണ് അല്ലേ? മൈക്കൽ ഒ ഡയർ ആണ് വെടിവെക്കാൻ അനുമതി നൽകിയ പഞ്ചാബ് ഗവർണർ. ഇനി ആരാണ് ഈ മൈക്കൽ ഒ ഡയറിനെ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി വധിക്കുകയാണ് ഉണ്ടായത്. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? ഉദ്ധം സിംഗ്. ഇനി ഈ ജാലിയൻ വാലാബാഗ് പ്രക്ഷോഭത്തെ തുടർന്ന് രവീന്ദ്രനാഥ ടാഗോർ ബ്രിട്ടീഷുകാർ നൽകിയ സർ പദവി ഉപേക്ഷിച്ചു. അതുപോലെ തന്നെ കൈസർ ഇ ഹിന്ദ് ബഹുമതി ഗാന്ധിജിയും സരോജിനി നായിഡുവിനും കൈസർ ഇ ഹിന്ദ് ബഹുമതി ലഭിച്ചിരുന്നു. ഇത് അവർ ത്യജിച്ചു, അവർ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ രവീന്ദ്രനാഥ ടാഗോർ സർ പദവിയും ഗാന്ധിജിയും സരോജിനി നായിഡുവും കൈസർ ഇ ഹിന്ദ് പദവിയും ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഏകകം ഏത്? അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഏകകം ഏത്? മില്ലിബാർ. കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ്. കോശ വിഭജന പ്രക്രിയയിലെ നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതകമാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്നു. ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളാണ് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിൻ്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്?
പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ ഇവ മൂന്നും ഫ്രാൻസിൻ്റെ അധീനതയിലായിരുന്നു. ഗോവ പോർച്ചുഗലിൻ്റെ അധീനതയിലായിരുന്നു. പോണ്ടിച്ചേരി, യാനം, കാരയ്ക്കൽ എന്നിവ ഫ്രാൻസിൻ്റെ അധീനതയിലായ പ്രദേശങ്ങളായിരുന്നു. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ്? അപ്പിക്കോ പ്രസ്ഥാനമാണ്. അപ്പിക്കോ പ്രസ്ഥാനമാണ് കർണാടകത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം. ആരാണ് ഇതിന് നേതൃത്വം കൊടുത്തത്? പാണ്ഡുരംഗ് പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് ഈ പ്രസ്ഥാനം ആരംഭിച്ചത്. കർണാടകത്തിലെ കാൽസേ വനമേഖലയിലെ വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ആരംഭിച്ച പ്രസ്ഥാനമാണ് അപ്പിക്കോ പ്രസ്ഥാനം. ഈ ചിപ്കോ പ്രസ്ഥാനം ആരാണ് ആരംഭിച്ചത്? സുന്ദർ ലാൽ ബഹുഗുണയാണ് ചിപ്കോ പ്രസ്ഥാനം ആരംഭിച്ചത്. സുന്ദർലാൽ ബഹുഗുണ. അപ്പിക്കോ പ്രസ്ഥാനം ആരാ? പാണ്ഡുരംഗ ഹെഗ്ഡെ. അപ്പിക്കോ പ്രസ്ഥാനം നിലവിൽ വന്നത് 1983 കർണാടകത്തിലാണ് ഇത് ആരംഭിച്ചത്. പാണ്ഡുരംഗ ഹെഗ്ഡെയാണ് ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്തത്. ചിപ്കോ പ്രസ്ഥാനത്തിന് സുന്ദർലാൽ ബഹുഗുണ.